എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 4 ഇംഗ്ലീഷിലെ യൂണിറ്റ് 4 ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സിലെ ആക്ടിവിറ്റി 4 കമ്പൈൻ ദ സെൻറ്റൻസ് എന്ന ആക്ടിവിറ്റിയുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ് സ്മെൽസ് ഗുഡ്, ഇറ്റ് ടേസ്റ്റ് ഗുഡ്. രണ്ട് സെൻറ്റൻസുകൾ കൊടുത്തിരിക്കുകയാണ്. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ഇറ്റ്സ് ടേസ്റ്റ് ഗുഡ്. അത് രണ്ടും കൂടെ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് അടുത്ത ഒരു സെൻറ്റൻസ് കൂടി കൊടുത്തിരിക്കുകയാണ്. ഹിയർ ആൻഡ് ഈസ് എ ജോയിനിങ് വേർഡ്. ഇവിടെ എന്താണ് ഈ ആൻഡ് എന്ന് ഉപയോഗിച്ചത്? ഒരു ജോയിൻ വേർഡ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പൈൻ ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് ആൻഡ് എന്നാണ് പറഞ്ഞത്. ഐ വിൽ ഗോ, ഐ വിൽ ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ. He reached a small village. The soup is delicious. The soup is fulfilling. He drank the soup. He continued his journey. He was very hungry. He was exhausted. എന്നിവയാണ് നമ്മൾ ആൻഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് അവതരിപ്പിക്കേണ്ട സെൻറ്റൻസുകൾ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോവാം. വളരെ എളുപ്പമാണ്. അതൊന്ന് കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഐ വിൽ ഗോ, ഐ വിൽ ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ എന്നുള്ളത് ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ എന്നായിട്ട് മാറും. ഇവിടെ ആൻഡ് ഉപയോഗിക്കുന്നതോടെ ഈ ഐ വിൽ എന്നുള്ള ആ ഒരു ഇതങ്ങ് മാറും എന്നുള്ളതാണ്. നമ്മൾ ഹി ഷീ ഒക്കെ യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യും? കുറച്ചൊക്കെ ഒഴിവായി പോവും എന്നുള്ളതാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെ ആ ഒരു ഹീല് തുടങ്ങിയ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതായിട്ടാണ്. കൂടുതൽ കാര്യങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ ആൻഡ് റീച്ച്ഡ് എ സ്മോൾ വില്ലേജ് എന്നുള്ളതാണ്. എ യങ് ട്രാവൽ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ, ഹി റീച്ച്ഡ് എ സ്മോൾ വില്ലേജ് എന്നതിന് പകരമായിട്ട് വരിക. മൂന്നാമത്തത് ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ്, ദ സൂപ്പ് ഈസ് ഫുൾഫില്ലിംഗ്. അപ്പോൾ ഈ ഒരു സൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആൻഡ് ചേർക്കുമ്പോൾ നമുക്ക് എന്ത് വേണ്ട? അത് സൂപ്പ് 2 പ്രാവശ്യം ആവർത്തിക്കേണ്ട. ആൻഡ് ചേർക്കുന്നതോടെ കൂടെ തന്നെ ആദ്യത്തെ സൂപ്പ് എന്താണ്? രണ്ടാമത്തെ ആ ഫുൾഫില്ലിംഗ് എന്നുള്ള സെൻറ്റൻസിന് കൂടെ ഭാഗമായിട്ട് മാറും. അപ്പോൾ ദ സൂപ്പ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിംഗ് എന്നാവും. ഹി ഡ്രാങ്ക് ദ സൂപ്പ്, ഹി കണ്ടിന്യൂഡ് ഹിസ് ജേർണി എന്നുള്ളത് ഹി ഡ്രാങ്ക് ദ സൂപ്പ് ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് ജേർണി എന്നാവും. അവിടെയും ഹി ഒഴിവാക്കപ്പെടും. ഹി വാസ് വെരി ഹംഗ്രി, ഹി വാസ് എക്സോസ്റ്റഡ്. അപ്പോൾ ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് എക്സോസ്റ്റഡ് എന്നുള്ളതായിട്ട് അത് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഹി ഷീ അല്ലെങ്കിൽ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ആൻഡ് ചേർക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് അവിടെ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.